ഞാൻ ഈ അടുത്തിടെ ഗൺമാന്റെ അടികൊണ്ട ഒരു യൂത്ത് കോൺഗ്രസ് തന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ നിമിഷം തോന്നി, സുധാരേട്ടാ എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ സുധാരേട്ടാ എനിക്ക് ഈ പാർട്ടിയിൽ ഒന്ന് പ്രവർത്തിക്കണം, അവനെ അടിക്കാൻ വേണ്ടി മാത്രം എന്ന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ചൂടനല്ലേ, പിന്നെ കോത്തിൽ തീട്ടാരെ ചൂടാവത്തത്. കാരണം അത്രയേറെ ദേഷ്യം വന്നൊരു സാഹചര്യമായിരുന്നു അത്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എത്ര നേതാക്കന്മാർ സംസാരിച്ചു, എന്നെ കൊണ്ട് പറ്റില്ല വേണ്ടിയിട്ട് എത്ര നേതാക്കന്മാർ സംസാരിച്ചു. വൈകിട്ടാണ് പിന്നീട് പലരും സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അടിച്ചാൽ കരയുന്ന കാലമല്ല, അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വളർച്ച ആശയങ്ങളിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ വളരെ കറക്റ്റ്. ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം. അതും കറക്റ്റ്. ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ടായ സാഹചര്യമല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് തിരിച്ചറിയാൻ ഓരോ കോൺഗ്രസിനും മനസ്സിലാക്കണം. പറയുന്നതിലും കാര്യമുണ്ടെന്നേ, പിന്നെന്താ ഷോക്കടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെ കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറഞ്ഞു കൊടുക്കണ ഞാൻ പുകഴ്ത്താണ് എന്ന് കരുതരുത്. സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPM-ന്റെ മുഖ്യമന്ത്രി. പക്ഷെ കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ, പിന്നെ ഒരു കാര്യം തമ്പുരാനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു DYFI-കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. ഇവനിട്ടൊന്ന് കൊടുത്താലോ? വേണ്ടടാ, വയറ്റിപ്പഴപ്പല്ലേ. കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവനെ തിരുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നാവണം, എതിരാളിയുടെ ദൗർബല്യം ആവരുത് നിങ്ങളുടെ നേട്ടം. ഏതായാലും അയാൾക്കിട്ട് രണ്ട് കൊടുത്തത് നന്നായി. സായിപ്പാന്നാ വിചാരം.